الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. ബഹുമാനികളായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കാരുണ്യവാനായ പടച്ചറപ്പിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ റബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം, അതിന് അളവുകളില്ല, അത് അനന്തമാണ്. രാവും പകലും അനുഭവങ്ങളും അത് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ചലനങ്ങളും നിശ്ചലനങ്ങളും, കണ്ണുനീരും പുഞ്ചിരിയും, അങ്ങനെ അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് അനുഭൂതികൾ, അനുഭവങ്ങൾ, ഇതെല്ലാം അല്ലാഹു ഒളിപ്പിച്ചു വെച്ച് നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഏറ്റവും അമൂല്യമാണ് നമ്മുടെ സമയം എന്ന് നമുക്കറിയാം. അത് ഏറ്റവും കൂടുതൽ അറിയേണ്ടവൻ സത്യവിശ്വാസിയാണ്. സമയത്തോളം വിലയുള്ള ഒരു സംഗതിയെ ദീന് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമസ്കാരം അതിൻ്റെ ആദ്യത്തെ സമയത്ത് നിർവഹിക്കുക എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. ഓരോ കർമ്മങ്ങൾ നിർവഹിക്കാൻ നമുക്ക് ഓരോ സമയങ്ങൾ അനുവദിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യൻ ഭൂമിയിലെ ജോലി തിരക്കുള്ളവനാണ്. അതിനിടയിൽ വിശ്രമങ്ങളൊക്കെ മനുഷ്യർക്ക് ആവശ്യമാണ്. വിശ്രമം ഉണ്ടാകുമ്പോഴേ അവന് ഊർജം ഉണ്ടാകും. ഒരു മിഷൻ അങ്ങനെയാണ്, ഒരു മനുഷ്യനും അങ്ങനെയാണ്, ഒരു ജീവിതം അങ്ങനെയാണ്. മദീനയുടെ തെരുവിലൂടെ ഒട്ടകപ്പുറത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിക്കുക. നബിയുടെ തൊട്ടൊരുമ്മി ഇരിക്കുന്നുണ്ട് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അന്ന് പ്രായം പറയുന്നത് 13 വയസ്സാണ്. ഞാൻ നബിയോട് ഏറെ അടുത്തിരുന്നു. എൻ്റെ ഒട്ടകം, ഞാൻ നബിയുടെ ഒട്ടകപ്പുറത്താണ്. പ്രവാചകൻ അതിങ്ങനെ മരുഭൂമിയിലൂടെ അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നോട് പ്രവാചകൻ ചില കാര്യങ്ങൾ പറഞ്ഞു. യാ ഗുലാം, പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, നിനക്ക് ഞാൻ കുറച്ച് വാക്കുകൾ പഠിപ്പിച്ചു തരാം. യഹ്ഫളില്ലാഹ യഹ്ഫളുക, അല്ലാഹുവിനെ നീ സൂക്ഷിക്കണം, അവൻ നിന്നെ കാക്കും.
നീ റബ്ബിനെ സൂക്ഷിക്കണം, റബ്ബ് നിന്നെ കാക്കും. തജിദുഹു തുജാഹക, നീ അല്ലാഹനെ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിക്കുമ്പോ റബ്ബിനെ നിനക്ക് നിന്റെ മുമ്പിൽ തന്നെ കണ്ടെത്താൻ കഴിയും. പ്രതിസന്ധിയുടെ പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ സാന്ത്വനമായിട്ട് നിന്റെ റബ്ബിന്റെ കരസ്പർശം നിനക്ക് അനുഭവിക്കാനാകും. അതുകൊണ്ട് ഇദാ സഅൽത, നീ വല്ലതും ചോദിക്കുന്നുവെങ്കിൽ മോനെ, ഫസ്അലില്ലാഹ്, നീ അല്ലാഹുവിനോട് ചോദിക്കണം. വഇദസ്തഅൻത, നീ സഹായം തേടുന്നുവെങ്കിൽ ഫസ്തഇൻ ബില്ലാഹ്, നീ അല്ലാഹുവിനോട് സഹായം തേടണം. ഒരു കാര്യം കൂടി പറഞ്ഞു തരട്ടെയോ? വഅലം, നിനക്കറിയുമോ? അന്നല്ലുമ്മ, ഒരു ജനത മുഴുവൻ, ലൗ ഇജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇ, ഒരു ഉപകാരം ചെയ്യാൻ, നിനക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാൻ അവരൊക്കെ ഒത്തുകൂടി, പക്ഷെ അള്ളാഹു അത് നിന്റെ കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഒരു ഉപകാരവും നിനക്ക് ചെയ്യാൻ കഴിയില്ല. അതേ സമയത്ത് ജനങ്ങൾ മുഴുവൻ നിന്നെ ഉപദ്രവിക്കാൻ സംഘം ചേർന്നു, പക്ഷെ റബ്ബിന്റെ കാവൽ നിനക്കുണ്ടെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാനാകില്ല എന്റെ മോനെ എന്ന് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു പുതിയ കാലം, പുതിയ സാഹചര്യം. നമ്മുടെ മക്കൾക്കൊക്കെ ഒരർത്ഥത്തിൽ അവരുടെ അവധിക്കാലമാണ്. നിരന്തരമായ പഠനങ്ങളുടെ പ്രയാസങ്ങൾക്കിടയിൽ ഒരു ആശ്വാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു പ്രത്യേക കാലം കൂടിയാണ്. തീർച്ചയായിട്ടും രക്ഷിതാക്കൾ എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്തം നമുക്ക് വർദ്ധിപ്പിച്ച് കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവധി ഒരർത്ഥത്തിൽ ആസ്വാദ്യകരമാണ്. അത് ആ തരത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും പ്രധാനമാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിഅ്മത്താനി, രണ്ട് അനുഗ്രഹങ്ങൾ. ആ രണ്ട് അനുഗ്രഹങ്ങളെ പറ്റി പറയുമ്പോ കസീറും ഫിഹിമാ, നിഅ്മത്താനി മഗ്ബൂൻ കസീറും ഫിഹിമാ, രണ്ട് അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ആളുകൾ വല്ലാതെ വഞ്ചിക്കപ്പെട്ടു. ആ രണ്ട് അനുഗ്രഹങ്ങളുടെ സിഹ്ഹ, ഒന്ന് ആരോഗ്യമാണ്. പഠിച്ചോൻ തന്നൊരു ആരോഗ്യമുണ്ട്. ആ ആരോഗ്യത്തിന്റെ പേരിൽ ചിലപ്പോൾ ചിലർ മതിമറന്നു പോകും. ഇതെന്നും നിൽക്കുന്നു തോന്നിപ്പോകും. ശക്തിയുള്ളവൻ ഞാൻ തന്നെയാണെന്ന് തോന്നിപ്പോകും. മനസ്സും ശരീരവും ഒരുപോലെ അഹങ്കരിക്കാൻ തുടങ്ങും ചിലപ്പോൾ. അതുകൊണ്ടാണ് അസ്വിഹ, ഒന്ന് നിങ്ങൾ ആരോഗ്യം കൊണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു, മറ്റൊന്ന് വൽ ഫറാഗ്, നിങ്ങൾക്ക് ലഭിച്ച ഒഴിഞ്ഞ സമയങ്ങൾ, ഒഴിവ് സമയം. അതുകൊണ്ട് ചില ആളുകൾ വഞ്ചിതരായിപ്പോയി. വെറുതെ കുറെ സമയം അധികം കിട്ടിയപ്പോഴാണ് ചില ആളുകൾ വേണ്ടാത്തരങ്ങളിലേക്ക് പോയത്. തിരക്കുകളാകുമ്പോ, ഒരു ജോലി കഴിയുമ്പോൾ അടുത്തൊരു ജോലിയാകുമ്പോ, ഫൈദാ ഫറഗ്ത ഫൻസബ്, ഒന്ന് തീരുമ്പോ അടുത്തൊരു പണി. അതുണ്ടാകുമ്പോ വലിയ പ്രയാസമില്ലാതെ ആ ഒരു ചുറ്റുവട്ടായിട്ട് ചിന്തിച്ച് അങ്ങനെ കടന്നു പോകും. യാതൊന്നുമില്ലാതെ ഒരു മനുഷ്യങ്ങനെ വെറുതെ ഇരിക്കുമ്പോ, പുണ്യനബി പറഞ്ഞല്ലോ, നീ ഒറ്റപ്പെടരുത്, നിന്റെ മനസ്സൊറ്റപ്പെടരുത്. മനസ്സൊറ്റപ്പെട്ട അവിടെ പിശാച് കയറും. വെറുതെ ഇരിക്കരുത്, ഒരു ഏർപ്പാടുണ്ടാകണം നിനക്ക്. ആലസ്യം എന്ന് പറയുന്നത് അറിയാതെ മനുഷ്യനെ പിടികൂടും. അതുകൊണ്ടാ ഖിയാമത്ത് നാളിനെ പറ്റി പറഞ്ഞപ്പോ പറയുന്നൊരു വാക്കുണ്ട്, നിന്റെ കയ്യിൽ ഒരു ചെടിയുണ്ട്, ഖിയാമത്തിന്റെ കാഹളത്തിൽ ഊത്ത് വന്നു, ഇനി ലോകം അവസാനിക്കാൻ പോവുക. ആ ചെടിയെടുത്ത് പായാനല്ല പറഞ്ഞത്, പറ്റുകയാണെങ്കിൽ അത് നീ നടണം എന്നാണ്. നിനക്ക് സാധിക്കുമെങ്കിൽ അത് നീ നടാൻ നോക്കുക എന്നാണ്. അതൊരു തത്വമാണ് പഠിപ്പിക്കുന്നത്. ഇനി ഒന്നും ഇവിടെ നടക്കാൻ പോണില്ല. ഒരു ചെടി കുത്തിയിട്ട് അത് വളരാൻ പോണില്ല, അതിൽ കായുണ്ടാകാൻ പോണില്ല, ഒന്നുമില്ല, അവസാനിക്കാണ്, ഉറപ്പാ. പക്ഷെ നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അത് നടുക. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ തത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹു തന്ന ഈ സമയങ്ങൾ അത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് നമ്മളെ മക്കളെ കൂടെ, മക്കളെ സ്നേഹിച്ച്, അല്ലെ, മക്കളോട് കാര്യങ്ങൾ പറയാൻ പിതാവെന്ന നിലയിൽ പിതാക്കൾക്ക് കഴിയണം, മാതാക്കൾക്ക് കഴിയണം, സമൂഹത്തിന് കഴിയണം. ഖുർആൻ അങ്ങനെ എത്ര കഥകൾ പറഞ്ഞു തന്നു. മക്കളെ ഉപദേശിക്കുന്ന ബാപ്പമാരുടെ കഥ പറയുന്നു. യാക്കൂബ് നബി മക്കളോട് സംസാരിക്കുന്ന കഥ പറയുന്നു. ഇബ്രാഹിം നബി മക്കളോട് വർത്താനം പറയുന്നു. യാ ബുനയ്യ എന്ന പ്രയോഗങ്ങൾ ഖുർആനിൽ ധാരാളമായിട്ട് കാണുന്നു. എന്റെ പൊന്നു മോനെ എന്നാണ് അതിന്റെ അർത്ഥം. തിരിച്ചു വിളിക്കുന്നതും യാ അബത്തി എന്ന, പ്രിയപ്പെട്ട പിതാവേ എന്നാണ്. എന്തൊരു ബന്ധമായിരിക്കണം അത്, പിതാവും മകനും തമ്മിലുള്ള ബന്ധം.
ഒരു ബാപ്പയെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. ആ ബാപ്പ മകനെ ഉപദേശിക്കുകയായിരുന്നു. ആദ്യം പറഞ്ഞത് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് എൻ്റെ മോനെ. ഇന്ന ശിർക ലദുൽമുൻ അദീം, അങ്ങനെ പങ്കു ചേർക്കുന്നത് മഹാ വലിയ പാതകമാണ്. ഖുർആന് ആ അധ്യായം ലുഖ്മാൻ സൂറത്തിന്റെ അവസാന ഭാഗം നോക്കുമ്പോൾ വിശാലമായിട്ടത് പറയുന്നുണ്ട്. എത്ര കാര്യങ്ങൾ ആ ബാപ്പ പറയുന്നത്. മകനെ ചിന്തിപ്പിക്കാണ് ഒരു ബാപ്പ. ബാപ്പ പറയുന്നുണ്ട് മോനോട്, യാ ബുനയ്യ അഖിമിസ്സലാ, മോനെ നിസ്കാരം നിലനിർത്തണം കേട്ടോ. പിതാക്കള് മക്കളോട് പറയണം എന്നാണ് അതിന്റെ അർത്ഥം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുകുമണിയോളം നീ ഒരു കാര്യം ചെയ്തിട്ട്, തോന്നുള്ളൊന്നുമല്ല, ഒരു ചെറിയ കാര്യമാണ്, അത് നീ ഒളിപ്പിച്ചു ഏതോ ഒരു ചിപ്പിൽ, ഫതകും ഫീ സ്വഖ്റ, എന്നിട്ട് നീ ഒരു പാറക്കല്ലിൽ അത് ഒളിപ്പിച്ചു. അന്നത്തെ ഒരു ഉപമയാണത്. ഒരു കടുകുമണി പാറക്കല്ലിൽ ഒളിപ്പിച്ചാൽ എങ്ങനെ കാണാൻ കഴിയും? ഖുർആന്റെ പ്രയോഗം നോക്കൂ. അള്ളാഹ് പറയാണ്, ഒരു കടുകുമണിയോളം നീ എന്തോ ചെയ്തു, എന്നിട്ട് നീ അതൊരു പാറക്കല്ലിൽ ഒളിപ്പിച്ചു. ഔഫിസ്സമാവാത്ത്, അല്ലെങ്കിൽ ഈ അനന്തമായ ആകാശത്തിൽ എവിടെയോ നീ ഒളിപ്പിച്ചു, മാനത്തെവിടെയോ നീ ഒളിപ്പിച്ചു. ഒരു കടുകുമണി മാനത്ത് ഒളിപ്പിച്ചാൽ ആര് കാണാൻ? അതെവിടെ പോകും? എവിടെ തരും? ഔഫിൽ അർള്, അല്ലെങ്കിൽ ഭൂമിയുടെ ഏതോ ഭാഗത്ത് നീ ഒളിപ്പിച്ചു. എന്നാലും എന്റെ മോനെ അറിയണം, അല്ലാഹു അത് കൊണ്ടുവരുന്നതാണ്. നാളെ പരലോകത്ത് റബ്ബ് അത് കൊണ്ടുവരുന്നതാണ്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അല്ലാഹ് ദയാലുവാണ്, അവനെല്ലാം അറിയുന്നവനുമാണ്. വാപ്പ മകനോട് പിന്നെയും പറയുന്നുണ്ട്, എത്ര കാര്യം പറയുന്നു. വലാ തുസഖിർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളോട് നീ നിന്റെ കവിള് കോട്ടരുത്. ഒരു സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുക. പെരയിലൊരാള് വരികയാണ് അല്ലെ, ഇപ്പത്തെ മക്കളെ കഥ എന്താ? ഓനവിടെ മൊബൈലിൽ തോണ്ടിയിരിക്കുക. അപ്പൊ ബെല്ലടിച്ചിട്ടും ആൾക്കാർ ഈ കുട്ടികളെ അറിയുന്നില്ല. വിരുന്ന് പോകുക എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾ പറയും, അവിടെ വൈഫൈ ഉള്ള വീട്ടിൽ ഞാൻ വിരുന്ന് പോകണുള്ളൂ, ഞാൻ അങ്ങോട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പറ്റൂല എന്ന് പറയുന്ന ഒരു ദൗർഭാഗ്യത്തിലേക്ക് നമ്മളെ തന്നെ ജനറേഷൻ മാറിപ്പോവുക. അവിടെ ഈ വാപ്പ മകനോട് എന്തൊക്കെ പറയുന്നത്? വലാ തുസഖിർ ഖദ്ദക ലിന്നാസ്, നിന്റെ കവിള് നീ കോട്ടരുത്, ജനങ്ങൾക്ക് നേരെ നിന്റെ കവിള് നീ കോട്ടരുത് എന്ന് പറഞ്ഞ ആൾക്കാരോട് മാന്യമായി പെരുമാറാൻ പഠിക്കണം എന്നർത്ഥം. ഇത്രയും വീടുകളിലുണ്ട്, ആരോ വന്നു പോയി, ആരാന്നറിയില്ല. കുട്ടികൾ പറയാം, പാതിൽ തുറന്നില്ല. ഇല്ല, ഞാൻ തുറന്നില്ല. അപ്പോഴാണ് നമ്മൾ അന്തം വിട്ടു പോണത്. വളരെ വേണ്ടപ്പെട്ടുള്ള ആളായിരിക്കാം. എല്ലാ മക്കളും നല്ല പറയുന്നത്. ഒരു തലമുറക്ക് അങ്ങനെ അപജയം പറ്റുന്നുവെങ്കിൽ നമുക്കെന്തോ പാളിച്ചെണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ആ കുടുംബത്തിനുണ്ട്, മാതാപിതാക്കൾക്കുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. വലാ തംശി ഫിൽ അർളി മറഹ, ഭൂമിയിലൂടെ നടക്കുമ്പോ നീ അഹങ്കരിച്ച് നടക്കരുത് എൻ്റെ മോനെ. വാപ്പ മോനോട് പറയാ, ലുഖ്മാൻ മകനോട് പറയാ, വഖസിദ് ഫീ മശ്യിക, നിന്റെ നടത്തത്തിൽ നീ മിതത്വം കാണിക്കണം, അഹങ്കരിച്ച് ഭൂമിയിൽ നടക്കരുത്. ഖാറൂന്റെ ഒരു നടത്തം പറയുന്നുണ്ട് ഖുർആൻ. ഭൂമി പിളർക്കുന്നു തോന്നിപ്പോവുക നടത്തം. ഖാറൂനെ വിളിച്ചു പറഞ്ഞു, ഖാറൂൻ നിനക്ക് ഭൂമി പിളർക്കാൻ കഴിയില്ല കേട്ടോ. അഹങ്കാരത്തിന്റെ ഒരു നടത്തം നടന്നു ഖാറൂൻ എന്നാണ്. പഠിച്ചവന്റെ ഒരു പണി നോക്കണം. ആ ഖാറൂൻ അല്ലാഹ് ശിക്ഷിച്ചത് തന്നെ ഭൂമി വിഴുങ്ങിയിട്ടാണെന്ന് ഖുർആൻ തന്നെ പറയുന്നു. അഹങ്കാരത്തിന് അല്ലാഹു കൊടുത്ത കനത്ത ശിക്ഷ ഖുർആൻ പറയുന്നു. അവിടെ പറയുന്നത്, നിന്റെ നടത്തത്തിൽ നീ മിതത്വം കാണിക്കണം. വഗ്ളുദ് മിൻ സൗതിക്, നിന്റെ ശബ്ദം നീ താഴ്ത്തണം, മാന്യമായി സംസാരിക്കണം. അങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ ഒരു പിതാവ് മകനോട് ഇങ്ങനെ പറയാണ്. എന്തൊരു പാടാണ് അത് പകർന്നു നൽകുന്നത്. അവിടെയാണ് സുഫിയാൻ സൗരി അല്ലെങ്കിൽ അലി ഇബ്നു അബീ ത്വാലിബ് ഇങ്ങനെ രണ്ട് റിപ്പോർട്ടുകൾ കാണുന്നത്. മക്കളെ സംബന്ധമായിട്ട് നമുക്ക് പറഞ്ഞു തരിക, മക്കളോട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ലാഇബുഹു സബ്അന്ന, 7 വയസ്സ് വരെ മക്കളെ കൂടെ കളിക്കുക എന്നാണ്. നബി മക്കളെ കൂടെ കളിച്ചു, മുട്ടുകുത്തി കളിച്ചു, ഒട്ടകമായി കളിച്ചു. അങ്ങനെ ഒരുപാട് ഹദീസുകൾ നമ്മൾ കാണുന്നു. മക്കളോട് കൂടി കളിക്കണം. അദ്ദിബഹു സബ്അൻ, അടുത്ത 7 വയസ്സ് അഥവാ 7 വയസ്സ് മുതൽ മക്കൾക്ക് സംസ്കാരം പഠിപ്പിക്കണം. അവിടുന്ന് കേട്ടാ നിസ്കാരം പഠിപ്പിക്കുന്ന കുട്ടികളെ.
അവിടുന്ന് കിട്ടാൻ നോമ്പ് പരിശീലിക്കേണ്ടത് കുട്ടികളെ. സഹാബാക്കളൊക്കെ അതൊക്കെ ആ പട്ടിണിയുള്ള കാലത്ത് നോമ്പ് പരിശീലിക്കുന്നതിനെ കുറിച്ച് വായിക്കുമ്പോൾ അത്ഭുതം തോന്നിപ്പോകും. കളിപ്പാട്ടങ്ങൾ ഞങ്ങളുടെ കയ്യിൽ തന്നിരുന്നു ഞങ്ങളുടെ ഉമ്മമാർ, എന്നിട്ട് ഞങ്ങളെ നോമ്പ് പരിശീലിപ്പിക്കുന്ന പുതിയ ജനറേഷനോ. കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. 10 വയസ്സായ കുട്ടികളോട് ചോദിച്ചാൽ കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, നോമ്പ് ഇല്ല, എൻ്റെ അമ്മ സമ്മതിക്കൂല. അതാണ് പ്രശ്നം. പിന്നെ എൻ്റെ അമ്മ എന്നാ സ്കൂളില്ലാത്ത ദിവസം, സ്കൂളും മദ്രസയൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് മാത്രം നോമ്പ് നോൽക്കാൻ എൻ്റെ അമ്മ സമ്മതിക്കുള്ളൂ എന്ന് പറയുന്ന മക്കളെ നമ്മൾ കാണുന്നു. അവിടെയാണ് ഒരു സംസ്കാരം ഒരു തലമുറക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു കടപ്പാട്. അദ്ദിബുഹു സബ്അൻ. പിന്നെ പറയുന്നത് വസ്വാഹിബുഹു സബ്അൻ. അടുത്തൊരു 7 കൊല്ലം 14 കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാരനാക്കുക മക്കളെ എന്നാണ്. എത്രത്തോളം സാധിക്കുന്നുള്ള അറിഞ്ഞൂടാ. സാധാരണ ആ ടൈമാകുമ്പോൾ അതുവരെയും മക്കൾ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ആ ടൈമിലാണ് മക്കള് നിങ്ങൾ പോയിക്കോളി ഞാൻ പിന്നെ വരാം. മക്കള് ട്രെൻഡ് മാറുകയാണ്. അവന് പോകാൻ പറ്റിയ അവൻ്റെതായ ആളുകൾ വരികയാണ്. അവിടെയാണ് വസ്വാഹിബുഹു സബ്അൻ. അടുത്ത 7 കൊല്ലം നീ അവന്റെ സൗഹൃദത്തിന്റെ വലയത്തിലുണ്ടാകുക. നീ പോകുമ്പോ നീ കൂടെ കൊണ്ടുപോവുക. പള്ളിയിൽ സുബഹിക്ക് ജമാഅത്തിന് പോണ ബാപ്പ മകനായിട്ട് പോവുക. അല്ല മകൻ വേറൊരു ലോകത്തേക്ക്, ബാപ്പ വേറൊരു ലോകത്തേക്ക്. അങ്ങനെയല്ല. സമൂഹ ആരാധനകളിൽ പങ്കാളിത്തം ഉണ്ടാക്കുക. അത് മാത്രം മതിയോ? വിവാഹത്തിന് നമ്മൾ മക്കളെ കൊണ്ടുപോകാറുണ്ട്, അത് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അത് മാത്രം പോരാ. മരിച്ച വീടുകൾ സന്ദർശിക്കുമ്പോൾ എന്താ മക്കളെ കൊണ്ടുപോയാ? അവർക്കൊന്ന് കാണണ്ടേ? അവർക്കും പതിഞ്ഞ് കിടക്കുന്നത് കാണണം. അവർക്കും വിരഹങ്ങളുടെ ദുഃഖങ്ങൾ അറിയണം. നാളെ ഞാൻ വിട പറഞ്ഞു പോയാൽ നീ അനാഥനാണ് മോനെ എന്ന ബോധം അവന്റെ ഉള്ളിൽ അങ്കുരിക്കണം. ജീവിതത്തെപ്പറ്റി ഒരു ബോധം അവനുണ്ടാകണം. ഓരോ യാത്രയെപ്പറ്റിയും അവന് അടയാളങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ കാണാം. പലപ്പോഴും അതിന് മടിയ ആളുകൾക്ക്. മരിച്ചോടത്തൊക്കെ ഞാനല്ല, മക്കള് പറയാ അങ്ങനല്ല. മരിച്ചോടത്ത് പോകണം. അസുഖമായി കിടക്കുന്ന ചില ആശുപത്രികളിൽ ചില രോഗികളെയൊക്കെ മക്കളെ കൊണ്ടുപോയി കാണിക്കണം. അപ്പോഴറിയാം മക്കൾക്ക് ജീവിതം എന്താണെന്ന് അവർ പഠിക്കും. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പുതിയ അപകടം, പ്രത്യേകിച്ച് ഈ സൗഹൃദങ്ങൾ, അവരുടെ സൗഹൃദം നമ്മൾ അറിയണം. പുതിയ കാലത്ത് ഏറ്റവും പ്രധാനമാണ്. എന്താണ് എൻ്റെ കുട്ടിയുടെ സൗഹൃദം അതറിയണം. അതറിയാതെ പോകുമ്പോൾ വലിയ അപകടം ചെയ്യും. വഹസ്സുന ഉലൈക റഫീഖ. ഖുർആൻ പറയുന്നുണ്ട്, എത്ര നല്ല കൂട്ടുകാരാണ് അവരുടെ കൂട്ടുകാർ. സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്നൊക്കെ ഖുർആൻ പറയുന്നു. പക്ഷെ ചില കൂട്ടുകെട്ടല്ലേ മക്കളെ തകർത്തത്, കുടുംബങ്ങളെ കരയിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിലെ ഫുർഖാൻ സൂറത്തിൽ 27-ാമത്തെ ആയത്താണ് ഓതി വെച്ചത്. മനുഷ്യൻ പറയാ പരലോകത്ത് അക്രമി കൈവിരൽ കടിച്ചു പോകുന്ന ദിവസമാണ്. ദൈവദൂതന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല. അവനെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലഖദ് അളല്ലനീ അനിൽ ദിക്രി ബഅദ ഇദ് ജാഅനീ വകാന അശ്ശൈത്വാനു ലിൽഇൻസാനി ഖദൂലാ. ഉത്ബോധനം വന്നു കിട്ടി ഞാൻ നന്നായതാണ്, പക്ഷെ അവനാണ് എന്നെ വഴിപിഴപ്പിച്ചത് റബ്ബേ എന്ന് നാളെ അക്രമി കൈകടിച്ചിട്ട് പരലോകത്ത് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു ബോധം എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് മക്കൾ എന്ന നിലയിൽ, പിതാവ് എന്ന നിലയിൽ മക്കൾക്ക് മാതൃകയാകുക. 2 പദാണ് ഖുർആനിൽ. ഖുർറത്തു അഅ്യുൻ എന്ന് 2 കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് മക്കളും ഭാര്യയായിട്ടുള്ള ബന്ധമാണ്, കൺകുളിർമ നൽകുന്ന ബന്ധം. മറ്റൊന്ന് സ്വർഗത്തെ പറ്റിയുള്ള വർത്താനത്തിലും ഖുർആൻ പറഞ്ഞു അത് ഖുർറത്തു അഅ്യുനാണ്. ആ 2 ഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് അവധി അല്ലേ, മക്കളെ കൂടെ ടൂറ് പോവുക, മക്കളൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോവുക, അതൊക്കെ നല്ലതാണ്. ഈ പിശുക്കത്തരം കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനൊന്നുമില്ല. അങ്ങനെയുണ്ട് ചില ആളുകൾ, ഒന്നുമില്ല, മക്കൾക്കൊരു നല്ല സാധനമായി കൊടുക്കൂല. എന്നിട്ട് മക്കളിങ്ങനെ പറയും എൻ്റെ വാപ്പ വാങ്ങിത്തരും, എൻ്റെ വാപ്പ അങ്ങനെ. അതൊക്കെ നമ്മൾ ആലോചിക്കുക, വെറുതെ പറയുന്നതല്ല. അങ്ങനെ കുറേ സംഗതികളുണ്ട്. ഇസ്ലാം നൽകുന്ന കുറേ പ്രാധാന്യങ്ങളുണ്ട്.
അതുകൊണ്ട് മക്കളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമായ ഒരു സംഗതിയായിട്ട് മാറാൻ കഴിയണം. മക്കൾ ആ അർത്ഥത്തിൽ അല്ലെ മനുഷ്യ ജീവിതത്തിന്റെ സൗഭാഗ്യമാണ് മക്കൾ. മക്കളെ കൊണ്ട് കരഞ്ഞുപോയ മാതാപിതാക്കളില്ലേ? ഇങ്ങനൊരു മകനില്ലായിരുന്നെങ്കിൽ എന്ന് കരുതി എത്ര മാതാപിതാക്കൾ ഉണ്ടാകണം, എത്ര കുടുംബങ്ങൾ ഉണ്ടാകണം അല്ലെ? മക്കളെ കൊണ്ട് ഉറങ്ങാൻ കഴിയാത്ത പിതാക്കളില്ലേ? സ്വസ്ഥത നഷ്ടപ്പെട്ട കുടുംബങ്ങളില്ലേ? പ്രത്യേകിച്ച് പുതിയ കാലത്ത് പുതിയ ബന്ധങ്ങളുടെ മേച്ചിൽപ്പുറങ്ങൾ തേടിയപ്പോ, പടിയിറങ്ങിപ്പോയപ്പോ മക്കൾ പലതും മറന്ന മക്കളില്ലേ? പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയിട്ട് കുടുംബങ്ങളെ കരയിപ്പിച്ച മക്കളില്ലേ? 18ഉം 20ഉം വയസ്സ് വീട്ടിൽ വളർത്തിയിട്ട് അല്ലെ ഒരു സ്വപ്നം കണ്ട പിതാവുണ്ടാകും ചിലപ്പോ. പക്ഷെ പെൺകുട്ടി 18ാമത്തെ വയസ്സിൽ അല്ലെ 20ാമത്തെ വയസ്സിൽ പറയാ, ഞാൻ പ്രായപൂർത്തിയാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനൊരു ബന്ധം ഞാൻ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ കുടുംബം ഞെട്ടിപ്പോവുക. എല്ലാ അപമാനങ്ങളും സഹിച്ചിട്ട് അല്ലേ മനുഷ്യൻ സന്തോഷിക്കേണ്ട ഒരു ദിവസം, പിതാവിന്റെ കരള് നിറയേണ്ട ഒരു ദിവസം, മാതാവിന്റെ ഹൃദയം ആനന്ദം കൊണ്ട് ആകാശത്തു കൂടി പാറിപ്പറക്കേണ്ട ഒരു ദിവസം, കണ്ണുനീരോടെ മയ്യത്തിനെ പടിയിറക്കുന്ന പോലെ ചില മക്കളെ പടിയിറക്കിയ ചില കുടുംബങ്ങളില്ലേ നമുക്ക്. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതാ മനുഷ്യന്റെ അവസ്ഥ. അവിടെയാണ് ഈ സൗകര്യങ്ങൾ എത്രത്തോളം നമ്മളെ മക്കൾക്കുണ്ട് അതൊക്കെ ഒരു പരിശോധന നടത്തുകയും ഏറ്റവും പ്രധാനമായിട്ട് റബ്ബുൽ ഇസ്സത്തിലേക്ക് തവക്കുൽ ചെയ്യുകയും മക്കൾക്ക് വേണ്ടി ധാരാളമായിട്ട് പ്രാർത്ഥിക്കുകയും അല്ലെ. മരിക്കണ നേരത്തെ യാക്കോബിനെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മക്കളെ ഞാൻ മരിക്കാൻ പോകാം, യാക്കോബ് നബിക്ക് മരണം ആസന്നമായി. മക്കളിങ്ങനെ അടുത്ത് വന്ന് നിൽക്കുക. പാപ്പ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ മരിക്കാൻ പോവുക, ഞാൻ മരിച്ച നിങ്ങൾ എന്താ ആരാധിക്കുക, നിങ്ങളുടെ ആരാധന എന്തായിരിക്കും? അവര് പറഞ്ഞൊരു മറുപടി ഉണ്ട്, നിങ്ങൾ ആരെ ആരാധിച്ചുവോ, പിതാവ് ആരാധിച്ചുവോ അതേ റബ്ബിനെ, പിതാമഹനായ ഇബ്രാഹിം നബി ആരാധിച്ച അതേ റബ്ബിനെ ഞങ്ങൾ ആരാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ സന്തുഷ്ടിയോടുകൂടി കണ്ണടച്ചു പോയ യാക്കോബ് നബിയുടെ കഥ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. എന്നൊക്കെ പറഞ്ഞ് മക്കളെ ഉപദേശിച്ചു ഇബ്രാഹിം. മക്കളെ ഉപദേശിച്ചു. മക്കളെ ആ ഒരു ഉപദേശം ഖിയാമം വരെ നിർബാധം തുടരേണ്ടതാണ്. ചെറിയൊരു പ്രശ്നം കണ്ട് ഇനി എൻ്റെ കുട്ടിനോട് മുണ്ടൂല അങ്ങനെയൊന്നും തീരുമാനിച്ച് പ്രയാസം ഉണ്ടാക്കണ്ട. പുതിയ കാലം അങ്ങനെയാണ്. ഞാൻ അവനോടൊന്നും പറയാനല്ല, നിരന്തരം പറയുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഒരു അധ്യാപനം. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? 7 വയസ്സ് മുതൽ മക്കളെ നിങ്ങൾ നിസ്കരിക്കാൻ കൽപ്പിക്കണം എന്നാണ് ഹദീസ് പഠിക്കുക. പിന്നെ എത്ര വയസ്സിലടി? 10 വയസ്സായാൽ നിസ്കരിച്ചില്ലേ അടിയുന്ന. അപ്പൊ പിന്നെ ഈ 7 വയസ്സിന്റെ ആ 3 കൊല്ലണ്ടല്ലോ, കുട്ടികളോട് നിസ്കരിക്കുമോനെ 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 എന്ന് പറയണമെന്ന് ആ മാതാപിതാക്കളോടുള്ള കടമ, ഉപദേശമാണത്. അത്രയൊന്നും പറയേണ്ടതില്ല. ആ കുട്ടി ഇതിങ്ങനെ കാണുന്നുണ്ടെങ്കിൽ താനെ ചെയ്യണ ഒരു സംഗതിയാണത്. ഉമ്മയും വാപ്പി നിസ്കരിക്കണ്ടെങ്കിൽ താനെ ചെയ്യുന്ന ഒരു സംഗതിയാണ്. തീർച്ചയായിട്ടും പിതാവ് എന്നതിൽ മക്കൾക്ക് മാതൃകയാകും. ചില കുടുംബങ്ങളില്ലേ, ബാപ്പയുടെ സ്വകാര്യമായ ചാറ്റുകൾ കണ്ടുപിടിച്ചിട്ട് ചില മക്കൾ ബാപ്പക്ക് അയക്കുന്നൊരു മെസ്സേജ് ഉണ്ട്, നിങ്ങൾ എൻ്റെ ഉമ്മയോട് നീതി പുലർത്തണമെന്ന് ചില മക്കൾ മെസ്സേജ് അയക്കുമ്പോ പിന്നെ ആ കുടുംബത്തിന്റെ സ്ഥിതി എന്താ? അതുകൊണ്ട് ഉള്ളിൽ റബ്ബിന്റെ ബോധം ഉണ്ടാകണം. ആ തലത്തിൽ മക്കൾക്ക് മാതൃകയാകണം. ആ തലത്തിൽ ജീവിതം ക്രമപ്പെടുത്തണം. ആ തലത്തിൽ കുടുംബത്തോട് നീതി പുലർത്താൻ കഴിയണം. ജീവിതത്തിൽ വിശ്വാസ വഞ്ചനയുള്ള ആളുകളായിട്ട്, കപടവിശ്വാസികളായിട്ട് നമ്മൾ മാറരുത്. നല്ല മക്കളും നല്ല കുടുംബവുമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.